ജയരാജ, നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ മറ്റാരും ഇത് ചെയ്തിട്ടുണ്ട്. അയാളെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾ നിരപരാധിയാവുന്നുള്ളൂ. സാറേ, ഞാനൊരു നല്ല ഭർത്താവാണെന്നോ നല്ലൊരു അച്ഛനാണെന്നോ അതിലുപരി ഒരു നല്ല മനുഷ്യനാണെന്നോ പോലും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഞാനൊരു കൊലപാതകയല്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതെനിക്ക് തെളിയിക്കണം സാറേ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ പോലും കയറാൻ വയ്യാത്ത അവസ്ഥയാണ് സാർ. ഒരു ദിവസമെങ്കിലും എൻ്റെ വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങണം. അതൊന്ന് സഹായിക്കണം സാർ. പിന്നെ എനിക്കൊന്നും പ്രശ്നമില്ല. ഞാൻ ഈ നാട് വിട്ടുപോകും. ഇക്കാര്യങ്ങളെല്ലാം ഞാൻ പോലീസിനോട് ഒരു തവണ പറഞ്ഞതാണ്. അതൊന്നും നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. പിന്നെ എൻ്റെ മര്യാദയുടെ പേരിൽ പറഞ്ഞു എന്ന് മാത്രം. അല്ല മാഡം, പോലീസിനോടുത്ത മൊഴിയിൽ എനിക്ക് സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. അവരോട് പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല, മനുഷ്യരല്ലേ, പറയൊക്കെ ഉണ്ടാവല്ലോ മാഡം, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഇല്ല, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഒരല്പം തിരക്കുണ്ടായിരുന്നു. ഓ, ഞാനും ഇറങ്ങാം. വരട്ടെ മാഡം. ശരി. അല്ല മാഡം, ഒരു സംശയം കൂടെ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ജയരാജനെ അയാളുടെ മൊബൈലിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിലെ. അതിൻ്റെയൊക്കെ ഡെലിവറി അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെയാണ്. അയാൾ കൊടുത്തിരിക്കുന്ന ഈ സാരിയും അതുപോലെ കിട്ടിയിരിക്കുന്ന വാച്ചും എല്ലാം ഈ ലിസ്റ്റിൽ പെടും. ഏതാണ്ട് 78,000 രൂപയുടെ സാധനങ്ങൾ ഇവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പം ഇതിനെപ്പറ്റിയും മാഡം ഒന്നും അറിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ പുറത്തേക്കുന്ന പാർട്ടിക്കാരോടോ അല്ലെങ്കിൽ ജയരാജൻ്റെ ഭാര്യയോട് ചോദിക്കാം, അല്ലേ? ശരി മാഡം. സാറേ, ഓ, ചതിക്കല്ലേ. സാർ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. ഞാനൊരല്പം തിരക്കിലാണ്. നമുക്ക് ഉച്ച കഴിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിൽ കാണാം. എന്താ അത് പോരെ? ശരി, എന്നാ പറയാം. അങ്ങനെ ആവട്ടെ. ഓക്കെ. സാറ് ചോദിച്ചതൊക്കെ സത്യമാണ്. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ട്. അന്ന് ഊർമിള മരിച്ചതിൻ്റെ അന്ന് രാത്രിയിൽ ജയരാജൻ എവിടെ ഉണ്ടായിരുന്നു. പുലർച്ചെ ഒരു 3 മണിയോടെ പോയത്. മാനക്കേട് ഭയന്ന സാറേ ഞാനെന്നത് മാറ്റി പറഞ്ഞത്. ഭർത്താവൊക്കെ അറിഞ്ഞാൽ പിന്നെ. നിങ്ങൾ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഇത്രയും ദിവസം ജയിലിൽ കിടക്കില്ലായിരുന്നു. സാറേ, ഇത് പുറത്താരും അറിയില്ലല്ലോ അല്ലേ? ഇല്ല, അറിയില്ല. ജയരാജൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കൊരു ഉറപ്പ് വേണമായിരുന്നു. അതിനുവേണ്ടി ചോദിച്ചാ. ശരി മാഡം. ഈ ഊർമിളയുടെ പേര് പറഞ്ഞ് ജയരാജനും ലതികയും ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു അല്ലേ? ഈ ഊർമിള ആളെങ്ങനായിരുന്നു? മോശ സ്ത്രീയാണ് സാറേ. അല്ലെങ്കിൽ പിന്നെ ഈ കാട്ടുമുക്കില് ഭർത്താവിനെയും കളഞ്ഞിട്ട് അവളോട് ഒന്ന് ഒറ്റയ്ക്ക് താമസിക്കുമോ? ഒരു മോളുള്ളതാണെങ്കിൽ അമ്മയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഒരു ഡ്രൈവർ ചെക്കൻ്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. അങ്ങയുടെ ഒരുപാട് പൈസ അവൾ കൊണ്ടുപോയിട്ടുണ്ട് സാറേ. അല്ലെങ്കിൽ ഇത്രയ്ക്ക് പലിശയ്ക്ക് കൊടുക്കാൻ അവളുടെ കയ്യിൽ എവിടുന്ന കാശ്? എല്ലാം എൻ്റെ കൊച്ചനുഭവിക്കേണ്ട പൈസയാണ്. ഇതൊക്കെ ഓർക്കുമ്പോഴാണോ അയാളെ ഞാൻ. ഈ ഊർമിളയുടെ ഭർത്താവ് ഇങ്ങോട്ടൊന്നും വരാറില്ലേ? അയാൾ ഇങ്ങോട്ടൊന്നും വരാറില്ല സാറേ. പിന്നെ അവൾ മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് അയാൾ കൊച്ചിനെ കൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഇതാ സാറേ എൻ്റെ മോൻ അനന്തു. അനന്ത് എന്ത് ചെയ്യുന്നു? ഞാനിവിടെ സിറ്റിയിൽ സെക്യൂരിറ്റി സൊല്യൂഷനിൽ വർക്ക് ചെയ്യുക. ആ, അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? അവിടെ CCTV ടെക്നീഷ്യനാണ്. ഓ, CCTV ടെക്നീഷ്യൻ. ശരിയാണ്, CCTV ടെക്നീഷ്യൻ ആണല്ലേ? ആ, അതെ. ആരാമേ ഇത്? പോലീസാ. നിന്റെ അച്ഛന് ജാമ്യം കിട്ടിയെന്ന്. ഇനി എന്തൊരു പാടോ എന്തോ. അച്ഛന് ജാമ്യം കിട്ടിയോ? ഇത് ശരിയാവൂല. എന്തോന്ന് പൂട്ടെണ്ണ ഇത്? എവിടെയൊക്കെ ഓടി കിടന്ന് കിട്ടിയ പൂട്ടാന്ന് നിനക്കറിയാവോ?
ഒന്ന് നോക്കി കണ്ടൊക്കെ സെറ്റ് ഹലോ ആടാ സുനി പറടാ. കിട്ടിയാ? നീ ഒരു കാര്യം ചെയ്യ്, അത് നമ്മുടെ ധർമ്മേൻ്റെ കട കൊടുത്തേരും, ഞാൻ വൈകുന്നേരം വന്ന് മേടിച്ചോളാം. ആരാ? ഊർമിളാദേവിയുടെ വീടല്ലേ? അതെ, മനസ്സിലായില്ലേ? ഞാൻ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് വന്നാ. ഒരുപാട് പോലീസുകാർ ഇതിനു മുമ്പും വന്ന് തെളിവെടുത്താണല്ലോ സാറേ. ആ അതെ. ഇതെന്താണ്, കൂട്ടുമാറ്റാണോ? അത് പിന്നെ അന്നത്തെ ആ സംഭവത്തിന് ശേഷം താക്കോല് കാണാതെ പോയി. പിന്നെ ബാക്ക് ഡോർ പൊളിച്ചിട്ടാണ് അകത്ത് കയറിയത്. ആ ആ സാർ, ഇത് രാജി, എൻ്റെ ഭാര്യയാണ്. മരിച്ചുപോയ ഊർമിളാദേവിയുടെ മോള് അല്ലേ? നിങ്ങൾ ഇവിടെ ആണോ താമസം? അല്ല, ഞങ്ങൾ മനുവേട്ടൻ്റെ വീട്ടിലാണ്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇവിടെ അങ്ങനെ ഇങ്ങനെ കിടക്കായിരുന്നു. ഒന്ന് വൃത്തിയാക്കാനായിട്ട് വന്നത്. ആ താൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ബസ് ഡ്രൈവറാണ് സാർ. ഏത് ബസ്സിൽ? നമ്മുടെ ഈ റൂട്ടിലോടുന്ന പഞ്ചമി ബസ്സിൽ. ആ ഇന്ന് പണിയില്ലായിരുന്നോ? ഇന്ന് വേറെ ആളാ സാർ. ആ എനിക്ക് ആ ബെഡ്റൂം ഒന്ന് കാണണമായിരുന്നു. വരൂ സാർ. ഈ ഡോറ് കത്തിച്ചാ സാറേ അവനകത്ത് കയറിയത്. അവനോ? ഇവിടെ സാറേ കിടന്നിരുന്നു. സാറേ, അതൊക്കെ നേരത്തെ പോലീസുകാർ നോക്കിയതാ സാർ. സാറ് ക്രൈംബ്രാഞ്ചിൽ നിന്നാണോ? അല്ലടോ, ഇതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനാണ്. ജയരാജന്റെ കാര്യം ചോദിക്കും. സാറേ, ഈ തെളിവുകളൊക്കെ കുറവായതുകൊണ്ടാണോ ജയരാജന് ജാമ്യം കിട്ടിയത്? ആയിരിക്കും. കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിലല്ലേ പ്രതികളെ ശിക്ഷിക്കാൻ പറ്റും. ജാമ്യം കിട്ടിയെങ്കിലും അവനെ ഈ നാട്ടിൽ ഞാൻ കാലുകുത്തിക്കില്ല സാറേ. ഊർമിളാദേവി കൊല്ലപ്പെടുന്നതിന് മുമ്പ് താനും ഭാര്യ ഇവിടെ വന്ന് സ്വത്തിന്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അല്ലേ? ഇറങ്ങും. ജയരാജനുമായിട്ട് അത്ര അടുപ്പമുണ്ടായിരുന്നെങ്കിൽ പിന്നെ സജി എന്തിനാ അയാൾക്കെതിരെ മൊഴി കൊടുത്തത്? ഞാൻ പുള്ളിക്കെതിരെ ഒരു തെളിവും കൊടുത്തിട്ടില്ല സാറേ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിപ്പോൾ ഇത്ര പൊല്ലാപ്പാവെന്ന് ഞാൻ വിചാരിച്ചു. സത്യത്തിൽ ഈ ഊർമിളയും ജയരാജനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സാറേ, ഈ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട ആണുങ്ങൾ ആഗ്രഹിക്കുന്ന പെണ്ണായിരുന്നു അവർ. പക്ഷേ ഇന്ന് വരെ ആരെയും അവരെ അടുപ്പിച്ചിട്ടില്ലായിരുന്നു സാറേ. പിന്നെ ജയരാജേട്ടനോട് അവർക്ക് എന്തോ ചെറിയ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അത് സജിക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം സാറേ. അത് അവരുടെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ജയരാജേട്ടൻ വളരെ പാവമാണ് സാറേ. നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. ആ പറഞ്ഞടാ കൂട്ടുകാരാ സാറേ. അല്ല, അത്ര പാവമായ ആളായിരുന്നെങ്കിൽ ഈ ജയരാജൻ പിന്നെ എങ്ങനെയാ പ്രതിയായത്? അല്ല സാറേ, ഇവിടുന്ന് 2 എണ്ണം അടിച്ചിട്ട് പോയതാണ് പ്രശ്നമായത്. മനുഷ്യൻ്റെ കാര്യമില്ല സാറേ, എപ്പോഴാ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ പുള്ളി പാവോ സാറേ. ഇത് ലാസ്റ്റ് ബസ്സാണ്. ഇത് സ്റ്റേ ബസ്സാ സാർ. എന്നാ സാർ ഞാൻ അങ്ങോട്ട്. ശരി, ഓക്കെ, താങ്ക്സ്. സജി സാർ. സജി എന്നപ്പോഴാണ് വീട്ടിൽ പോയത്? ഞാൻ അന്ന് ജയരാജേട്ടനോട് സാധനം കൊണ്ടുവന്നു. 2 എണ്ണം അടിച്ചിട്ട് ഞാൻ ക്ലബ്ബിൽ തന്നെ കിടന്നു, വീട്ടിൽ പോയില്ല.